ഗാഥ മാഡം ഇപ്പോഴും എങ്ങനെയായ മാമിന്റെ മുഖം ഏത് സമയത്തും തെളിഞ്ഞിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇത്രയും കാലത്തെ അനുഭവം എനിക്കുണ്ടല്ലോ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എന്റെ മമ്മിയോട് പറയാൻ എനിക്ക് ധൈര്യമായിട്ട് പറ്റും. താങ്ക് യു മോളെ. അല്ലെങ്കിലും ഈ നാടകങ്ങളൊന്നും ഇനി ആവർത്തിക്കേണ്ടി വരരുത്. കള്ളക്കളികൾക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റുമെന്ന് വരില്ല. ഓക്കെ മമ്മി. ആ പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് മമ്മി എനിക്ക് എങ്ങനെയാലും സാധിച്ചു തന്നേ പറ്റൂ. അതെന്താ ഇത്ര റിസ്ക് ഉള്ള ആഗ്രഹം? നവീൻ എന്റെ കഴുത്തിലല്ലല്ലോ താലി കെട്ടിയത്, ആ കൃഷ്ണയുടെ കഴുത്തിലല്ലേ. ചില സ്ഥലങ്ങളിൽ വിവാഹ വാർഷിക ദിവസം താലി വീണ്ടും കിട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ നവീൻ നാളെ എന്റെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ എനിക്ക് മനസ്സറിഞ്ഞ് നവീന്റെ താലി സ്വീകരിക്കാലോ. അത് കൊള്ളാവുന്ന ഐഡിയ ആണ്. പക്ഷേ അവരിത്രയും വലിയ തറവാട്ടുകാരായതുകൊണ്ട് താലി അഴിച്ച് കെട്ടുന്നതൊക്കെ. മോളെ, അത് നടക്കാനായിട്ട് സാധ്യത കുറവാ. പകരം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങള് പരസ്പരം പൂമാല ഇട്ടോളൂ. അതും ഒരർത്ഥത്തിൽ വിവാഹം തന്നെയാണല്ലോ. നോ മമ്മി, അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. വിവാഹ വാർഷിക ചടങ്ങ് നടക്കുമ്പോ നവീൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. അത് നിർബന്ധം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. കണ്ടോ, ഒരു കാര്യം തീരുമാനിച്ചു, അപ്പൊ തന്നെ ശാഠ്യവും തുടങ്ങി. ഇനി ഇത് സാധിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടാക്കും. ആ വഴക്കുണ്ടാക്കുന്നത് ആ കളരിക്കലെ വീട്ടുകാരുടെ മുമ്പിലും. അതോടെ ഇതുവരെ പറഞ്ഞ എല്ലാം അങ്ങ് അവസാനിക്കും. ഇങ്ങനെ തന്നെ മോളെ ഇതുവരെ സംഭവിച്ചല്ല. ഓ എന്റെ മമ്മി, ഇങ്ങനെയൊക്കെ പറഞ്ഞു നീട്ടണ്ട. ഞാൻ എന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. മമ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പറ്റില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചാ പോരെ. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. മമ്മി ട്രൈ ചെയ്താൽ നടക്കും. കാരണം എന്താണെന്നറിയോ, സിത്താര ശ്രീനിവാസ് വിചാരിച്ച നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. അങ്ങനൊരു കാര്യം എനിക്കും അറിയില്ല. സിത്താര ശ്രീനിവാസിനെ ഒരുപാട് അങ്ങ് എടുത്തുയർത്തണ്ട. ഒരുപാട് മേളിന്ന് വീണാലേ എനിക്കത് താങ്ങാൻ പറ്റില്ല. ഒന്ന് പോ മമ്മി. അതെ മമ്മി, എന്റെ കയ്യിലുള്ള നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഗുഡ് നൈറ്റ്.